ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അനാമികയും വേണുവും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി CIയെ കണ്ട് പരാതിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരാൻ നേരത്താണ് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു രംഗമാണല്ലോ ഇന്നലെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. അങ്ങനെ നന്ദു വരികയാണ്. അപ്പൊ നന്ദു ഇവരെ കണ്ടതും എന്ത് പറ്റി പോലീസ് സ്റ്റേഷനിൽ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. മാത്രമല്ല അനാമികയുടെ കവിളിങ്ങനെ ചുമന്ന് ഒരു 5 വിരൽ പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറ്റിയത്, നിന്റെ കവിള് ചുമന്ന് തുടുത്ത് കിടപ്പുണ്ടല്ലോ, ആരാ നിന്നെ തല്ലിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും തല്ലിയത് ആരാണെന്ന് ഇപ്പൊ നിന്നെ ബോധിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ബോധിപ്പിക്കേണ്ടവരെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ബോധിപ്പിക്കേണ്ടവരോട് ഇവിടെ പരാതി കൊടുക്കാൻ വേണ്ടി തന്നെയാ വന്നത്, നീ ചെല്ല, അകത്തേക്ക് കയറി ചെല്ല, നിന്നോട് നിന്റെ CI കാര്യങ്ങളൊക്കെ പറയുമ്പം അതെന്താ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഇപ്പൊ പറയേണ്ട ഒരു ആവശ്യമില്ല, ഇപ്പൊ ഇവിടെ CIയോട് ഞങ്ങൾ പറഞ്ഞ് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. ഓ, CIയോട് പറഞ്ഞ് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, നിന്റെ കയ്യിരിപ്പിന് വെറുതെ നിന്നെ തല്ലാൻ പോകുന്നില്ല, നീ എന്തെങ്കിലും നന്നായിട്ട് പറയുകയോ ചെയ്തൊക്കെ കാണുമായിരിക്കും. നിന്റെ കയ്യിരിപ്പ് മഹാമോശമാണെന്ന് ഞങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് അങ്ങനെ ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരടിയുടെ അല്ല, ഒരു 10-12 അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ, എടി നീയും നിന്റെ കാമുകനും കൂടെ മനഃപൂർവ്വം അല്ലേടി എന്നെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലി ചതച്ചത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നന്ദി ചോദിച്ചപ്പം, ദേ നീ അനിയെ പറഞ്ഞു വിട്ട് എന്നെ തലിച്ചതല്ലേ, ഇതെല്ലാം നിങ്ങളുടെ കളിയാണെന്ന് എനിക്കറിയാം. നീ ഒന്ന് ഓർത്തോ, അനന്തപുരി തറവാട്ടില് വലിയൊരു കാർന്നവരുണ്ടെന്നും പറഞ്ഞ് എല്ലാം നേടിക്കൊള്ളാമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് തന്നെയാ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. നാണം കെടുത്തൂടി, എല്ലാവരെയും ഞാൻ നാണം കെടുത്തു. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും. അനന്തപുരി തറവാട് പോലും വലിയ പേരുകേട്ട തറവാടാണല്ലോ. എടി, നീ അവിടെ കയറി പറ്റാൻ നോക്കുന്നത് അതിന്റെ പേരും പെരുമയും പ്രസക്തിയൊക്കെ കണ്ടിട്ടല്ലേ, കൂടെ പണവും. അതുകൊണ്ടല്ലേ എടി നീ അവിടെ കയറി പറ്റാൻ നോക്കുന്നത്, നിന്റെ ചേച്ചിമാരും നിന്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ അവിടെ കയറ്റാൻ നോക്കുന്നത്. ഓ, അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, ഞാനൊരു കാര്യം പറയാം, എനിക്ക് ആവശ്യത്തിന് പേരും പെരുമയൊക്കെ ഉണ്ട്. ഇനിയിപ്പം അനന്തപുരി തറവാട്ടിൽ കയറിയിട്ടുള്ള പേരും പെരുമയൊന്നും എനിക്ക് വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു ജോലിയുണ്ട്, ഞാൻ ഇവിടുത്തെ സ്ഥിരം SI ആണ്, ആ ഒരു പേര് മതി എനിക്ക്. അല്ലാതെ ഇനി പേരിനും പെരുമയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ നീ അവിടെ കല്യാണം കഴിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പല ഉദ്ദേശവും കാണുമായിരിക്കും. ഏതായാലും ആ ഉദ്ദേശം നടക്കാതെ വന്നതുകൊണ്ടല്ലേടി നീ ഇപ്പൊ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് എന്ന് പറയുമ്പോൾ, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എല്ലാ പെറ്റീഷനും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിന്റെ ഊഴം അടുത്തത്, നീ എന്താണെന്ന് വെച്ചാൽ ചെന്ന് കാണിക്ക് എന്ന് പറഞ്ഞ് അനാമികയും വേണു അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേണു പറയാം, മോളെ ഇനിയിപ്പം അവള് നിന്ന് തിളയ്ക്കാൻ തുടങ്ങും. കാരണമുണ്ട്, അവള് നിന്ന് തിളച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അവളല്ലേ ഇനി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. സ്വന്തം കാമുകനെ അനന്തപുരി തറവാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഉത്തരവാദിത്തം അവക്കാണുള്ളത്. അവൾ ഇനി ആ പാഠം പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടും വേണു ഇങ്ങനെ അനാമികയോട് ഇങ്ങനെ പറയണം. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് ഞാനും കാത്ത് നോക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അച്ഛാ, ഞാൻ ഇപ്പം ഫേമസ് ആയിട്ട് നിൽക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനുണ്ടല്ലോ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി അവരെ വിളിച്ചിട്ടുണ്ട്. അവരൊരു ഇന്റർവ്യൂ കൂടെ എടുക്കാന്നാ പറഞ്ഞത്. ഈ കാര്യവും കൂടെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുക്കണം. അത് ശരിയാ മോളെ, ഇപ്പം പെൺകുട്ടികൾക്കാ സ്കോപ്പ് ഉള്ളത്, കൂടുതൽ സ്കോപ്പ് പെൺകുട്ടികൾക്ക് തന്നെയാ. അപ്പൊ ഈ സംസാരമൊക്കെ അനാമിക വീട്ടിൽ പോയിട്ടാട്ടോ പറയുന്നത്. അപ്പം രേവതിക്ക് മാത്രം ചെറിയൊരു പേടിയുണ്ട്, കാര്യങ്ങൾ എന്തായി തീരുന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ രേവതി പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അനന്തപുരി തറവാട് അറിയാലോ, മൂർത്തിനെ അറിയാലോ. അപ്പം ഇത് എത്രത്തോളം വിജയിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഇനിയിപ്പം ആരെങ്കിലും പറഞ്ഞു വിട്ട് അനിയെ രക്ഷിക്കുവാണെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായി പോകില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് വേണു പറയുന്നത്, ഇപ്പൊ പെൺകുട്ടികൾക്കാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ആണുങ്ങൾ എന്ത് ചെയ്താലും പെണ്ണുങ്ങൾ ഒരു പരാതിയായിട്ട് ചെന്നാൽ മതി. ഇനിയിപ്പം അവിടെ വേറെ ഒന്നും പേടിക്കാനില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല രേവതി. പണ്ടൊക്കെ കുടുംബ വഴക്കുണ്ടാകുമ്പോൾ അത് കുടുംബത്തിൽ തന്നെ തീരുമായിരുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷനായി, കോടതിയായി, ഇപ്പം എന്തൊക്കെ സാഹചര്യങ്ങളാ ഉള്ളത്, എന്തൊക്കെ സ്കോപ്പാ ഉള്ളത്. അതുകൊണ്ട് തന്നെ അനാമികെ മോളെ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ അതിന് എനിക്ക് വിഷമോ, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് വിഷമിക്കേണ്ട കാര്യവും ഇല്ല. ഞാനിവിടെ തൻ്റെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഒരു വിഷമവും ഇല്ല. അവനെ ഈ പ്രാവശ്യം പൂട്ട് വീഴും. അവന് പൂട്ട് വീണാ പിന്നെ അവന്റെ ജന്മത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. സ്ത്രീപീഡനം, ഗാർഹിക പീഡനം ഒക്കെയുള്ള കേസല്ലേ നമ്മൾ എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടില് അനന്തമൂർത്തിക്കും അവനെ രക്ഷിക്കാൻ പറ്റില്ല. കൊച്ചുമോൻ കിടന്ന് ഗോതമ്പുണ്ട തിന്നത് ആ തന്തയും കണ്ണുകൊണ്ട് കാണും. രാജഭരണം അല്ലേ, രാജഭരണം ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഏതായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാ മോളെ അച്ഛൻ നടക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ നിനക്ക് ഈ ഒരു
തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ എന്ന് ഞാൻ ഉണ്ടാകും മോളെ. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വന്ന് ഭവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ നല്ല കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നീ കാര്യങ്ങളൊക്കെ നീക്കിയാൽ മതി. നമുക്ക് അനന്തപുരി തറവാടിനെയും പൂട്ടാൻ പറ്റും, ഹനി എന്ന് പറയുന്നവനെയും പൂട്ടാൻ പറ്റും. ജീവിതത്തിൽ നന്ദു ആ വീട്ടിൽ കയറി ചെല്ലത്തുമില്ല. മോളെ നിന്റെ സന്തോഷം അതാ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അപ്പൊ രേവതി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അച്ഛനും മകൾക്കും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് തിരുത്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏതായാലും ഇനി ഉടനെ തല്ലു വരാൻ ചാൻസ് ഉണ്ട്. ഇരുട്ടടിയാ കിട്ടിക്കൊണ്ടിരുന്നത്, ഇനി പകലായിരിക്കും തല്ല് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ആര് തല്ലിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി അല്ലെ തല്ലി ചതച്ചെന്ന് പറഞ്ഞാലും അനന്തപുരി തറവാട് നാണം കിടന്നത് മാത്രം എനിക്ക് കണ്ടാൽ മതി. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. മോള് ധൈര്യമായിട്ട് പൊക്കോന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പൊ നന്ദു പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും CI കാര്യങ്ങളൊക്കെ പറയാണ്, എത്രയും പെട്ടെന്ന് അനിയെ അറസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യാനാടോ, ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേടോ. അപ്പം താനൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അറസ്റ്റ് ചെയ്യണം, താനൊന്ന് പോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദു വെക്കുകയാണ്. നന്ദുവിന് വേറെ CI പറയുന്ന കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നന്ദു നേരെ കോൺസ്റ്റബിളിനോട് എന്നിട്ട് പറയാണ്, എനിക്ക് പറ്റില്ല അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ, താൻ പോയി വേണം അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് CI വരികയാണ്. അപ്പൊ പറഞ്ഞു, അതെ SI നന്ദനെ, ഞാനൊരു കാര്യം പറയട്ടെ. അതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കോൺസ്റ്റബിൾമാരെ മാത്രം വിട്ടാൽ മതിയോ? അതെന്താ ബുദ്ധിമുട്ട് തനിക്ക് പോകാനായിട്ട്? അതെ, ഞാനൊരു കാര്യം പറയാം. ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ ജോലി പൂർത്തിയാക്കണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത് നന്ദു തന്നെയാണ്. ഇനിയിപ്പം നന്ദുവിന് പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാം, CI ആയി ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ സാർ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ ഞാൻ പോകാം, എനിക്ക് കുഴപ്പമില്ലെന്നേ. ഇനിയിപ്പം ഞാൻ പോയേ പറ്റുമെങ്കിൽ ഞാൻ പോകാം, താനിവിടെ നിന്നോന്ന് പറഞ്ഞപ്പോൾ, വേണ്ട സാർ ഞാൻ പൊക്കോളാം, അറസ്റ്റ് ചെയ്താൽ ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല എന്ന് തന്നെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദുവും പോലീസുകാരും കൂടെ ചേർന്ന് അറസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം കോൺസ്റ്റബിൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല താനല്ല സാറ് ചെയ്ത് മണ്ടത്തരമായി പോയില്ലേ, തിരിച്ചു വരുമ്പം അവർ ഒരുമിച്ചല്ലേ വണ്ടിയിൽ, അവരുടെ കണ്ണും കൂട്ടി ഉടക്കത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, താൻ എന്താണോ ഈ പറയുന്നത്, താൻ എന്താ ഈ സംസാരിക്കുന്നത്, ഞാൻ CI ആണെന്ന് തനിക്ക് അറിയത്തില്ലേ, എന്ത് കണ്ടും ഉടക്കില്ലെന്ന്? അല്ല, അവര് കാമുകനും കാമുകിയല്ലേ, മിണ്ടി പോകരുത്, അവര് കാമുകനും കാമുകിയാന്ന് നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയിട്ടോ നമ്മുടെ CI. ഏതായാലും ഈ സമയത്ത് പൊട്ടൻ എന്നും പറഞ്ഞ് നമ്മുടെ CI അല്ല കോൺസ്റ്റബിൾ അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം കാണിക്കുന്നത് അനന്തപുരി തറവാട്ടില് അനിയെ അങ്ങ് ഇരുത്തി തീറ്റാണ് ജലജയ്ക്ക് അറിയാം ഇന്ന് അറസ്റ്റ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജലജ അനി അങ്ങ് ഇരുത്തി തീറ്റോ, മോനെ കഴിക്കും, വയറു നിറയെ കഴിക്കും, മോനെ കഴിക്കും എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹം, ഒരിക്കലും ഇല്ലാത്ത സ്നേഹം. ഇത് കണ്ടിട്ടാണെങ്കിലും നവ്യ ചോദിച്ചത്, എന്ത് പറ്റി ഇന്ന് അമ്മയ്ക്ക് മോനോട് ഇത്ര സ്നേഹം കൂടുതലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ മോനല്ലേ, എന്റെ മോനെ പോലെയല്ലേ, അതുകൊണ്ടല്ലേ ഇവൻ ഓടി നടന്ന് അലഞ്ഞ് ഇവൻ ഒരുപാട് ക്ഷീണ, അതുകൊണ്ടാ ഇവന് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നതെന്ന്. അപ്പം അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ പിന്നെ എന്റെ അമ്മയുടെ ഒരു സ്നേഹം കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ ഒരു അറസ്റ്റ് നടക്കും, അനന്തപുരി തറവാട്ടിൽ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കാൻ പോവാണ്, അതിന്റെ സന്തോഷമാണ് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പം നവ്യ അഭിയോട് ചോദിക്കുക, എന്തു പറ്റി അഭിയുടെ അമ്മയ്ക്ക്? എനിക്കറിയില്ല നവ്യെ, അമ്മയ്ക്ക് എന്തോ അവനോട് ഇച്ചിരി സ്നേഹം കൂടിപ്പോയി. ഈ സ്നേഹക്കൂടുതലിന് എന്തോ ഉണ്ടല്ലോ, ആരോടും ഇങ്ങനെ സ്നേഹം കാണിക്കാറില്ലായിരുന്നല്ലോ. ആരോടും കാണിക്കാറൊന്നുമില്ല, പക്ഷേ ഇവിടെ ഇച്ചിരി സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. പക്ഷെ അഭിക്ക് കാര്യം അറിയാട്ടോ. ഏതായാലും അനി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്ന ജലജയും നമ്മുടെ അഭിയും കൂടെ സംസാരിക്കുകയാണ്. അനിയാട്ടോ എണീറ്റ് അങ്ങ് പോയതാ. പിന്നെ കാണിക്കുന്ന സീനില് നമ്മുടെ അഭിയും ജലജയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജലജ പറയാണ്, എത്ര നാളായിട്ട് കാത്തിരുന്നതാടാ നടക്കാൻ പോകുന്നത്. ഇന്നിവിടെ എല്ലാവരുടെയും മനസ്സൊന്നുലയും. ഇന്ന് അനന്തപുരി തറവാട് ആകെപ്പാടെ തകർന്ന് തരിപ്പണമാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേമ്മേ, അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്തത്. ഈ അനന്തപുരി തറവാടിന്റെ നെടുന്തൂണ് ആ കിളവച്ചാര് താഴെ വീഴണം. എല്ലാം കണ്ട് മനസ്പ്രയാസം വന്ന് ആ കിളവൻ ചത്തുപോണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കിളവൻ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ നമ്മുടെയൊക്കെ സമാധാനക്കേടായിരിക്കും. ആ കിളവൻ നമുക്കൊട്ട് തരാനും പോകുന്നില്ല. സ്വത്തെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആദർശന് നയനിക്ക് മാത്രം കൊടുക്കുകയല്ലേ. അതെ മോനെ, അതെ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരൂലോ, കാമുകി തന്നെ ആയിരിക്കും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വരുന്നത്. അങ്ങനെ തന്നെയാന്നാ പറഞ്ഞത്. ഞാൻ അനാമികയെ വിളിച്ചായിരുന്നു അമ്മേ, അപ്പം കാമുകി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നാ പറഞ്ഞത്. അവൾ ഇവിടെ വരികയും അവള്
അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അവളോടുള്ള ആ ഒരു സ്നേഹം ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു കുറവ് വരും. മാത്രമല്ല ഈ പറയുന്ന നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ ഈ വീട്ടുകാർ വലിയൊരു പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ. അവളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാന്ന് അത് അതിച്ചിട്ട് രസമുള്ള കാര്യം തന്നെ അല്ലേ അല്ലേ അമ്മയെന്ന് പറയുമ്പം അതെ അതെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കണോടാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് അനാമികയെ പോയി കാണണമെന്നും ഇത്രയൊക്കെ ഒപ്പിച്ചു വെക്കണമെന്നും ഒക്കെ പറഞ്ഞത്. ഞാൻ പോയി പറഞ്ഞില്ലെങ്കിലും അവരിങ്ങനെയൊക്കെ ചെയ്തേനെ. അവക്ക് ഈ കുടുംബത്തിന്റെ പതനം കണ്ടാൽ മാത്രം മതി. അവൾ അത് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ മൂർഖനെയാ കയറി പിടിച്ചിരിക്കുന്നത്. അനന്തപുരി തറവാട്ടുകാരി ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവക്ക് മൂർഖന്റെ വിഷമല്ല, അവക്ക് കാരിമൂർഖന്റെ വിഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അനന്തപുരി തറവാട്ടിനെ വെറുതെ വിടാനായിട്ട് അവൾ പോകുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം സംഭവിക്കാൻ പോകുന്നത്. ഞാനേ അവനെ തീറ്റിപ്പോറ്റിയത് എന്തിനാണെന്ന് അറിയാമോ? അവന്റെ അവസാനത്തെ കൊലച്ചോറാണത്. അവൻ തീറ്റിപ്പോറ്റി ഇനി ജയിലിൽ ചെന്ന് കിടക്കുമ്പം മനപ്രയാസപ്പെട്ട് ഒന്നും കഴിക്കാതെ ഗോതമ്പുണ്ടയും തിന്നുകൊണ്ട് കിടക്കേണ്ട വരില്ലേ? ആ അവസ്ഥയൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ മോനെ. അതൊക്കെ കാണാൻ പറ്റുമമ്മേ? നമുക്ക് ഒരു ജയിലിൽ പോയി കാണുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ചെന്ന് 2 കണ്ണീരങ്ങ് ഒലിച്ചാ പോരെ? അവൻ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദർശിനെയും ഇതുപോലെ എങ്ങനെയെങ്കിലും പോലീസ് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് പണ്ടാരടങ്ങും ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്വത്തുകളൊക്കെ കയ്യിലാക്കായിരുന്നു എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പൊ നന്ദു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും, അതായത് ഗേറ്റിന്റെ അപ്പുറം ആയപ്പോഴത്തേക്കും നന്ദു അവിടെ ഒരു പോലീസുകാരനോട് വണ്ടി നിർത്താൻ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാ, എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇപ്പം അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ വീട്ടിലുള്ളവർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സങ്കടം മാത്രമല്ല, ഞാൻ തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് അവന് സഹിക്കില്ല എന്നൊക്കെ മനസ്സിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏകദേശം നന്ദു അറസ്റ്റ് ചെയ്യാനായിട്ട് വണ്ടി ഇങ്ങനെ വളച്ച് അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമ്മള് ഇന്ന് രാവിലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. ഇപ്പം നയനയുടെയും ആദർശിന്റെയും ഇട്ട് കഴിഞ്ഞു. നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല അലീനയുടെ ഫുൾ വിശേഷം, ഇപ്പൊ പെൻഡിങ്ങിലാണ്. ഉടനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പ്രമോ വിശേഷം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അലീനയുടെ. അപ്പം അതാരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ റിയൽ സ്റ്റോറിക്കകത്തൊന്ന് കയറി നോക്കിയാൽ മതി. അതിനകത്ത് നമ്മുടെ അലീനയുടെ പ്രമോ വിശേഷം, അതായത് ഇന്നത്തെ പ്രമോ വിശേഷം ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു രാവിലെയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.